ഹലോ നമസ്കാരം. എല്ലാവർക്കും ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കച്ചാം റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏപ്രിൽ 2025 എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പൊതുവേ എങ്ങനെയായിരിക്കും ഏപ്രിൽ 2025, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കും, അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങൾ, അതായത് സൗഹൃദങ്ങൾ, പ്രണയബന്ധം, അതുപോലെ കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കും, ആ റിലേഷൻഷിപ്പുകളൊക്കെ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ 3 ചാമുകളുണ്ട്. 3 ഗ്രൂപ്പിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഗ്രൂപ്പ് 1-ൻ്റേതാണ്, ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് കേട്ടതിന് ശേഷം ഏതാണോ നിങ്ങളുടെ ജീവിതവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ആ സന്ദേശങ്ങൾ സ്വീകരിക്കുക. എപ്പോഴും ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് ഓർക്കുക. ഓക്കെ, നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണം എന്നാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഈ ഒരു ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ 2025 ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പൊതുവേ എങ്ങനെയായിരിക്കും ഈ ഒരു മാസം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഏപ്രിൽ 2025 എങ്ങനെയായിരിക്കും? കുറേ കാര്യങ്ങൾ മാറി മറിയുക. ഓക്കെ, സമയം മാറുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ഏപ്രിൽ മാസം. കുറേ കാര്യങ്ങളിലൊരു പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുക, ഭാഗ്യം കൂടുതലായിട്ട് തുണയ്ക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മാസം. പിന്നെ ചില കാര്യങ്ങൾ, നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിവൈൻ ടൈമിൽ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ഈ ഒരു ഏപ്രിൽ മാസത്തിലാണെന്ന് കാണുന്നു. നിങ്ങൾക്ക് കൂടുതൽ നീതി നടപ്പാക്കുന്നൊരു മാസം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചും കൂടി ഒരു സന്തുലിതാവസ്ഥ നിങ്ങൾ അനുഭവിക്കുക, അതുപോലെ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നൊരു മാസം കൂടിയാണ്. ആ ഒരു ബ്ലെസ്സിങ്, ലോങ് ടേം ബ്ലെസ്സിങ്, അതായത് നിങ്ങൾക്ക് ഈ മാസം കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലവും കൂടെ ഉണ്ടാവുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട്. ഓക്കെ, അപ്പോൾ ജോലി സംബന്ധമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ഥിരം ജോലി കിട്ടുക, ആ ജോലിയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരിക, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നു. പൊതുവേ ഒരു വളരെ സ്വസ്ഥമായ സമാധാനം നിറഞ്ഞ ഒരു മാസം. നിങ്ങളുടെ ജീവിതം വീണ്ടും ആ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഒരു സ്വസ്ഥത നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം എന്ന് കാണുന്നു. ഒരുപാട് സന്തോഷം തരുന്ന, ഒരുപാട് ആനന്ദം അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, ആത്മവിശ്വാസം കൂടി നിൽക്കുന്ന ഒരു മാസം കൂടിയാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത്രമേൽ സന്തോഷം തരുന്ന പല നല്ല നല്ല വാർത്തകളും നിങ്ങൾ ഈ ഏപ്രിൽ മാസത്തിലാണ് കേൾക്കുക. ഓക്കെ, അതിനുള്ള സാധ്യത കാണുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പർ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് മുന്നേ പരിചയമുള്ള ഒരു വ്യക്തി, ഓക്കെ, പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ കാണുന്നു, നിങ്ങളെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ സോൾ ഫാമിലിയിലത്തെ അംഗമാണ്. ഓക്കെ, അവരായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോൺടാക്ട് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അവർ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നത്, പക്ഷെ അവർ നിങ്ങളോട് കോൺടാക്ട് ചെയ്ത് നിങ്ങളോട് അറിയിക്കുന്നൊരു കാര്യം, ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും നിങ്ങൾ കോണ്ടാക്ട് വെക്കുന്നതിനും ആ ഒരു ബന്ധം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനും സാധ്യതയുള്ളൊരു മാസമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ഏപ്രിൽ മാസം. നിങ്ങൾക്ക് കാര്യമായൊരു നേട്ടം ഉണ്ടാവുന്നുണ്ട്. ആ സൺ കാർഡ് കിട്ടിയപ്പോഴേ നമുക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊരു മേഖലയിലാണോ നിങ്ങൾ വളരെയധികം വേദന അനുഭവിച്ചിട്ടുള്ളത്, ഓക്കെ, ആ മേഖലയിൽ തന്നെ വലിയൊരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസം അതിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് ഞാനിപ്പോൾ കേട്ടത്. കണ്ടോ? അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണോ വേദന അനുഭവിച്ചത് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി നിൽക്കുന്ന ഒരു നേട്ടം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു സ്വസ്ഥത, ആ ഒരു മേഖലയിൽ നിങ്ങൾ ഒരു സമാധാനം അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. ഓക്കെ, പൊതുവേ ജീവിതത്തിലെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു സ്വസ്ഥമായ അന്തരീക്ഷമായിരിക്കും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ എന്ന് കാണുന്നു. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വാർത്തകൾ, ഓക്കെ, നിങ്ങൾ
നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസ് തരുന്ന ഈ വാർത്തകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹവുമായിട്ട്, ആഗ്രഹ സഫലീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ കേൾക്കുന്ന അപ്രതീക്ഷിതമായ വാക്കുകൾ അല്ലെങ്കിൽ വാർത്തകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സംഭാഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ്, അതായത് ആഗ്രഹ സബലീകരണം ആണ് അവിടെ കാണുന്നത്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പൊതുവെ ഏപ്രിൽ 2025 നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം. ജീവിതം ആസ്വദിക്കാൻ പറയുന്നു. അതായത് ഈ ഒരു ഏപ്രിൽ 2025 നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ അനുഭവങ്ങളിലായിരിക്കുക, അതിൽ ആസ്വദിക്കുക, ജീവിതം ആനന്ദം നിങ്ങൾക്ക് നൽകുന്ന ആനന്ദം നിങ്ങൾ അത് അനുഭവിക്കുക. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിനെ തെരഞ്ഞു പഠിച്ച് കണ്ടെത്തി അതിൽ വിഷമിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന നല്ല നല്ല വാർത്തകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല നല്ല അനുഭവങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഈ ഒരു മാസത്തിൽ. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങളെ തന്നെ ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്യേണ്ട മാസമാണെന്ന് കാണുന്നു. അനാവശ്യമായി ചിന്തിച്ച് ഒരു എന്താ പറയുക സ്റ്റക്കാകുന്നൊരവസ്ഥയുണ്ടല്ലോ, മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. കാരണം അത്രയും കാട് കയറി ചിന്തിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണത്. അത് ഒഴിവാക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് മുഴുവൻ അറിയാത്ത കാര്യത്തെക്കുറിച്ച്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള കാര്യമാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അവരുടെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ വെറുതെ അവിടെ നിങ്ങളായി ചിന്തിച്ച് കൂട്ടിയൊരു കഥ മെനഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചിന്തിച്ച് അതിൻ്റെ ഒരു എന്താ പറയണ്ടേ അത് അനലൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് വെക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തണം ഈ ഒരു ഏപ്രിൽ മാസത്തിൽ. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ കൊണ്ടുവരും. ഓക്കെ, നിങ്ങളുടെ ഒരു ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇല്ലാണ്ടാകുന്നൊരവസ്ഥ ആണ് കൊണ്ടുവരിക. അപ്പം അതിൽ നിന്ന് നിങ്ങൾ കരുതിയിരിക്കാൻ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഏതൊരു മേഖലയിലായിക്കോട്ടെ നിങ്ങൾക്ക് ഈ അവസരങ്ങൾ വരുന്നത്, അപ്പോൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ വരുന്നത്, അത് നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഏതാണോ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഈ വരുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിനെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കരിയർ, ജോലി സംബന്ധമായിട്ട് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഈ ഏപ്രിൽ മാസം 2025 ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കും? നമുക്ക് ജസ്റ്റിസ് കാർഡ് വീണ്ടും കിട്ടുന്നുണ്ട്. ജോലിയിലും നിങ്ങൾ ഒരു ബാലൻസ്, ഒരു സ്വസ്ഥമായ അന്തരീക്ഷം അനുഭവിക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസം കൂടിയാണ്. ജോലിയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ന്യായമായത്, ഓക്കെ, നിങ്ങൾക്ക് അർഹിക്കുന്നത് സംഭവിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു ഏപ്രിൽ മാസം. പ്രത്യേകിച്ച് ജോലിയിൽ സ്ഥിരപ്പെടുക, അപ്പോൾ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ സ്ഥിരപ്പെടാനൊരു സാധ്യത, അല്ലെങ്കിൽ സ്ഥിരം ജോലി ലഭിക്കാൻ സാധ്യത, അങ്ങനെ ലോങ് ടേമിലേക്കായിട്ടുള്ള ചിലപ്പോൾ പുതിയ എന്തെങ്കിലും അറിവുകൾ നേടുന്നതിന്, അത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുന്നതിനും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിനും സഹായിക്കുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ, ഓക്കെ, കൂടുതൽ അറിവ് നേടുന്നതിനുള്ള അവസരങ്ങൾ, പിന്നെ കൂടുതലായിട്ട് ട്രെയിനിങ് കിട്ടുന്നത്, അങ്ങനെ പരിശീലനം കിട്ടുന്നതിനുള്ള അവസരങ്ങൾ, അതൊക്കെ നിങ്ങൾ തേടിയെത്താനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സ്ഥിരം ജോലി അല്ലെങ്കിൽ അത് സ്ഥിരപ്പെടാനൊരു സാധ്യത കാണുന്നു. അങ്ങനെ പൊതുവെ ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷം, ഓക്കെ, നിങ്ങളുടെ ജോലിയിൽ പ്രത്യേകിച്ച് പൊതുവെ ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡും ആയിരിക്കും. ഈ ഒരു ജോലിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അത് നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇപ്പം ആരെങ്കിലും തന്നെ നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അവരെന്തൊക്കെ നിങ്ങൾക്കെതിരെ ചെയ്താലും അതൊന്നും നിങ്ങളെ ഏൽക്കാനായിട്ടുള്ള സാധ്യതയില്ല. ഓക്കെ, യൂണിവേഴ്സ് കൃത്യമായി നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് ഒക്കെ നൽകി നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾക്കൊരു വലിയ വിജയം, ഒരു നേട്ടം ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോലിയിൽ. ഓക്കെ, ഒരു പുതിയ തുടക്കം, ആ ഒരു പുതിയ തുടക്കം ഒരു വിജയത്തോടു കൂടിയുള്ള തുടക്കമായിട്ടാണ് കാണുന്നത്. വാവ്, 2 ഏസ് കാർഡാണ് പിന്നാലെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിജയത്തോടു കൂടിയുള്ള തുടക്കം നിങ്ങൾക്ക് ഒരുപാട് അഭിമാനം ഉണ്ടാക്കും നിങ്ങളെക്കുറിച്ച്. അതുപോലെ നിങ്ങൾക്ക് വളരെയധികം ഒരു ആത്മസംതൃപ്തി തരുന്നതും കൂടിയാണ്. ഓക്കെ, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്.
നിങ്ങൾ അത്രയും കാത്തിരുന്നൊരു കാര്യം എന്ന് കാണുന്നു. ഇതിനായിട്ട് നിങ്ങൾ കുറേ നാളായി ചിലപ്പോൾ ക്ഷമയോടെ കാത്തിരുന്നതായിട്ടുള്ളതാണ് കാണുന്നത്, ഈ ഒരു പുതിയ തുടക്കത്തിനായിട്ട്, ഈ ഒരു വിജയത്തോടു കൂടിയുള്ള പുതിയ തുടക്കത്തിനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു പുതിയ തുടക്കം, ഈ ഒരു പുതിയ അധ്യായം, ഈ ഒരു വിജയം നിങ്ങളുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. അങ്ങനെയാണ് അത് നിങ്ങളുടെ 3D റിയാലിറ്റിയിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് വളരെ ഒരു പുതിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങളെ ഈ ഒരു വിജയവും അതിനെ തുടർന്ന് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന പുതിയ തുടക്കവും കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക, ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ച് വളരെ പുതിയ ഒരു സിറ്റുവേഷനാണ്, പുതിയ എൻവയോൺമെന്റ് ആണ്, പുതിയ ആളുകൾ, പുതിയ രീതികൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഫുൾ എനർജിയിലായിരിക്കണം. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിച്ച്, യൂണിവേഴ്സ് ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഓക്കെ, ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. ഭാവിയിൽ എങ്ങനെയാകും ആ ഒരു ഭയം മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് യൂണിവേഴ്സിനെ പൂർണ്ണമായി കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. Clarify the Two of Cups. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, കൂടുതൽ ഈ ഒരു ജോലിയിൽ കൂടുതൽ ശോഭിക്കുന്നതിനും ജോലിയിൽ കൂടുതൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനുമുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന പല അവസരങ്ങളുണ്ടാവും. ചില ഇവന്റുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ഫങ്ഷൻസ്, ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ചില ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ചാർജ് തരിക. ഓക്കെ, അതിന് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. കാരണം അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനും നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിനും അത് ഭാവിയിൽ നിങ്ങളുടെ ജോലിയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കുന്നതിനും ജോലിയിൽ കൂടുതൽ ശോഭിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും. അപ്പം അത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനെ ദയവ് ചെയ്ത് അതിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നിരസിക്കരുത്, അത് നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചൊരു നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്താണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കഴിവിലും നിങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു അവസരങ്ങൾ ഉപയോഗിക്കുക, മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കാണുന്നത് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത് നോക്കാം. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാൻ പറയുന്നു. ജോലി സംബന്ധമായിട്ട് ഏതൊരു കാര്യത്തിലും എന്തിലും നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷൻ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ സ്വീകരിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അവിടെ നിങ്ങൾക്കൊരു സിഗ്നൽ തരുന്നതാണ്. നിങ്ങളപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. പിന്നെ നിങ്ങളെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ ഉയർച്ച, അതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സഹായിക്കുന്ന, അവർക്ക് വേണ്ടി അവരുടെ ജോലിയിൽ കൂടുതൽ നന്നാവുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായമൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അതൊന്ന് ഈ മാസം നിങ്ങളൊന്ന് കുറയ്ക്കണം. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ഉയരുന്നതിനും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കൂടുതൽ ശോഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സെൽഫ് പ്രയോറിറ്റൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മാസം, പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലിയിൽ. പിന്നെ യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പറയുന്നത് നിങ്ങൾക്ക് എന്ത് ലക്ഷ്യങ്ങൾ, ജോലിയിൽ എന്ത് ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, ഷോർട്ട് ടേം ഗോൾസ് ആണെങ്കിൽ പോലും അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾക്ക് എന്തൊരു ടാസ്ക് ലഭിച്ചാലും നിങ്ങൾ അതിൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങൾ എത്തരത്തിലുള്ള പുരോഗതി, എത്തരത്തിലുള്ള ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ ആണോ ആഗ്രഹിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അത്രയും നല്ല ഒരു മാസമാണ് ഏപ്രിൽ മാസം. യാത്രയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ജോലി സംബന്ധമായിട്ടൊരു യാത്രയ്ക്കോ ഒക്കെ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ നിരസിക്കാതിരിക്കുക. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ഉയർച്ച കൊണ്ടുവരുന്നതിന് സഹായിക്കും എന്നും കൂടെ കാണുന്നു. പിന്നെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, മാറ്റങ്ങൾ ഒരുപാട് വരുന്നതാണ്. ചിലപ്പോൾ ചില കോമ്പറ്റീഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരിക്കലും പതറി പോകാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ ആ ഒരു കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുക. ഇനി അഥവാ ഒരു മാറ്റം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റമാണെങ്കിലും അതിനെ വളരെ ഒരു ആത്മവിശ്വാസത്തോടെ, ഇത് എനിക്ക് നല്ലതാണ്, ഇതിലൂടെ എനിക്ക് നല്ല എന്താ പറയുക, എനിക്ക് പുരോഗതി, എൻ്റെ കരിയറിൽ പുരോഗതിയാണ് ഉണ്ടാകുക, ഈ ഒരു മാറ്റത്തിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, അവിടെ തളർന്നു പോകാൻ പാടില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ബന്ധങ്ങളെ സംബന്ധിച്ച്, ഓക്കെ, അപ്പോൾ പ്രണയബന്ധം, സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഏപ്രിൽ മാസം എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ,
അവിടെയും പുതിയ തുടക്കങ്ങൾ കാണുന്നു. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തായിട്ടുള്ള തരത്തിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നത് കാണുന്നു. കൂടുതൽ സന്തോഷം നിറഞ്ഞ സമയങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ പ്രണയബന്ധത്തിലാകാം നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇമാജിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ഉണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരികയും അത് നിങ്ങൾ അതിൽ യൂണിവേഴ്സിനെ വിശ്വസിച്ച് ആ ഒരു കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഓക്കെ, ഒരു ഫുൾ എനർജിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് വളരെ എൻജോയ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഈ ബന്ധങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും കുടുംബത്തിലായിട്ടും നിങ്ങളുടെ ഇപ്പോൾ പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറായിട്ടുമുള്ള ആ ഒരു ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സംതൃപ്തിയും തരുന്ന തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു ഡേറ്റിംഗ് ഫേസിലൊക്കെയാണ്, കുറേ നാളായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യപ്പെടാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കല്യാണം നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കല്യാണാലോചന വരാനൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ അർഹിക്കുന്ന പോലെ നിങ്ങളെ ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു റെസ്പെക്റ്റും ഒക്കെ തന്നുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു അനുഭവപ്പെടും. നിങ്ങൾ അർഹിക്കുന്ന രീതിയിലാണ് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടൊക്കെ തിരിച്ചും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താ പറയുക, കാര്യമായൊരു പുരോഗതിയും ഒക്കെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഒരുമിച്ച് യാത്രകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ യാത്രകളൊക്കെ കൂടുതൽ ഈ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരൊക്കെ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവൻ നിങ്ങളുടെ പാർട്ട്ണറായിട്ടായിരിക്കാം. പക്ഷെ ആ ഒരു യാത്രയിലൂടെ നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു അവസരം കിട്ടിയത് ഉപേക്ഷിക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വളരെ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു കാലങ്ങളായിട്ട് നിങ്ങൾ ഹെർമിറ്റ് മോഡിലാണ്. അതായത് നിങ്ങൾ ഒരു ബന്ധം ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ അതിലേക്ക് പോവാതെ ഫോക്കസ് ചെയ്യാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റിയൊരു മാസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കാണുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്രണയബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്, നിങ്ങളെ മനസ്സിനെ ആഴത്തിൽ വേദനിപ്പിച്ച പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാൻ പറ്റിയൊരു മാസമാണ് ഈ ഒരു മാസം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു മാസത്തെ കൃത്യമായി ഉപയോഗിക്കുക. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ അഗൈൻ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു സന്ദേശം, ഒരു സംഭാഷണം, അങ്ങനെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത കേൾക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ക്ലാരിറ്റി ആയിരിക്കാം, ഒരു വ്യക്തത ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ചായിരിക്കും. ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങൾക്ക് ഒരു ക്ലൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നൊക്കെ ആണെങ്കിൽ ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയുന്നത് ഈ ഒരു മാസമാണ്. അതിനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ നിങ്ങളോട്ട് പ്രതീക്ഷിക്കാത്ത ആളാണ് എന്നും കൂടെ കാണുന്നു. ഓക്കെ, അങ്ങനെ ഒരു എനർജിയും കൂടെ കാണുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ അതിന് ഹാപ്പി ആയിരിക്കും, പക്ഷെ നിങ്ങളോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അവിടെ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. ഓക്കെ, വളരെ പെട്ടെന്നാണ് ആ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. നിങ്ങളോട് കൂടുതൽ ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഈ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടിന്റെ കേസിലാണ് ആരാണെന്നുള്ള വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ആള് ചിലപ്പോൾ ആകില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് എനർജി ഉണ്ട് ഇവിടെ, സർപ്രൈസ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കുറച്ച് വിഷമം ഉണ്ടാക്കാം. ഞാൻ എന്താ വിചാരിച്ച ആളല്ലല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് നല്ലതാണ് യൂണിവേഴ്സ് എപ്പോഴും കൊണ്ടുവരുള്ളൂ, അത് ഏതൊരു കാര്യത്തിലും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത്
ആ യൂണിവേഴ്സ് തരുന്ന ഒരു ക്ലാരിറ്റി, യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി തരുന്നുണ്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി തരുന്നുണ്ട് എങ്കിൽ ആ ക്ലാരിറ്റീനെ സ്വീകരിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് തയ്യാറായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വളരെ ബന്ധങ്ങൾ, നിങ്ങളുടെ ആ ഒരു ഓരോ ബന്ധങ്ങളിലും നിങ്ങൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക. ആ ബന്ധങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ആനന്ദവും സന്തോഷവും ഒക്കെ അത് ഫുള്ളി അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ എന്താ പറയുക ഇൻവോൾവ് ആയി അത് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. ഭാവി എങ്ങനെയായിരിക്കും, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കാതെ ആ ഒരു മൊമെന്റിലായിരുന്നു അത് ആസ്വദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഈ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് ഗ്രൂപ്പ് 1-നുള്ള ഗൈഡൻസ്? നിങ്ങളോട് വളരെ ക്ഷമ കാണിക്കാൻ പറയുന്നുണ്ട്, കുറച്ചൊന്നൊരു ക്ഷമയോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പുതിയ ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ ക്ഷമയോടെ വേണം അതിൽ പ്രോഗ്രസ് ചെയ്യാനായിട്ട്. പിന്നെ ഇൻസെക്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. അതായത് ആ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാസമാണ് ഏപ്രിൽ മാസം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് തെറ്റായ ചില ധാരണകൾ, നിങ്ങൾക്ക് നിങ്ങളിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നൊരു തോന്നല്, ഓക്കെ, മറ്റുള്ളവർ പറയുന്ന ജഡ്ജ്മെന്റ്സ് കേട്ട് അതാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു പ്രവണത ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റിയ ഒരു മാസമാണ് ഏപ്രിൽ മാസം. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട് ബന്ധങ്ങളിൽ. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാവുന്നത് ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ്. അതൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് കണക്ഷൻ, അതായത് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള കണക്ഷൻ, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ആ ലോങ് ടേം കമ്മിറ്റ്മെന്റ് സക്സസ്ഫുൾ ആകണമെങ്കിൽ നിങ്ങളുടെ ഈ ഇൻസെക്യൂരിറ്റി, നിങ്ങളിലുള്ളിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചില തെറ്റായ ധാരണകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളെയെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടൊഴിക്കണം. മനസ്സിലായില്ലേ? അതിനുവേണ്ടി ഈ ഒരു മാസം ഉപയോഗിക്കാൻ പറയുന്നു. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ ബന്ധങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനം അതൊക്കെ നിങ്ങൾ ആ ഫോക്കസ് ചെയ്ത് അനുഭവിക്കുക. പ്രസന്റ് മൊമെന്റിലായിരിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. പക്ഷെ അതേസമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, നിങ്ങളെക്കുറിച്ചുള്ള സെൽഫ് നറേഷൻ, അതൊരു നെഗറ്റീവ് ടോണിലാണെങ്കിൽ അത് മാറ്റി ഒരു പോസിറ്റീവ് ടോണിലേക്ക് ആക്കിയെടുക്കുക. അതിനുവേണ്ടി വേണം നിങ്ങൾ പരിശ്രമിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 1-ൽ പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഏപ്രിൽ 2025 ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനുള്ളത്? ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇത്രയും ക്ലൂസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏപ്രിൽ മാസം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജനനമാസം ഏപ്രിൽ അല്ലെങ്കിൽ നവംബർ മാസം ആയിരിക്കാം. പിന്നെ ലിയോ കിട്ടിയിട്ടുണ്ട്. ലിയോ സോഡിയാക് സൈൻ, നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് പ്ലേസ്മെന്റിൽ ലിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്പർ 8 കിട്ടിയിട്ടുള്ളത്. ഈ ഏപ്രിൽ മാസം ഏപ്രിൽ 8 നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. പിന്നെ 8 ചിലപ്പോൾ നിങ്ങളുടെ ജനന തീയതിയും ആയിരിക്കാം. പിന്നെ നമുക്ക് വസന്തകാലം കിട്ടിയിട്ടുണ്ട്, വേനൽക്കാലവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേനൽക്കാലം വേനൽക്കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വസന്തകാലവും വേനൽക്കാലം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലത്തിൽ ഉൾപ്പെടുന്ന മാസങ്ങൾ, ഇംഗ്ലീഷ് മാസങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനനമാസം ആകാനും സാധ്യതയുണ്ട്. പിന്നെ N എന്ന ഇനീഷ്യലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ N ആകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഏപ്രിൽ 2025 ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഏപ്രിൽ 2025 എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഏപ്രിൽ 2025 അവർക്ക് പൊതുവെ എങ്ങനെയായിരിക്കും? നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്ന, ഓക്കെ, അതായത് നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് ചില കോഴ്സുകൾ പഠിക്കുക, പുതിയ സ്കില്ല് പഠിക്കുക, അങ്ങനെ കൂടുതൽ വളരെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഒരു മാസമാണ് ഏപ്രിൽ മാസം നിങ്ങൾക്ക്. ഓക്കെ, അത് നിങ്ങൾ തന്നെയാണ് ഇനീഷ്യേറ്റ് എടുക്കുന്നത്. ആരും നിങ്ങളെ നിർബന്ധിച്ച് ജയിക്കുന്നൊന്നുമല്ല. നിങ്ങൾ ഇനീഷ്യേറ്റ് എടുത്ത് നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിരിക്കുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. കൂടാതെ നിങ്ങൾക്ക് എന്താണ് അർഹിക്കുന്നത്, നിങ്ങൾ എന്തർഹിക്കുന്നു, നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ ആ ഒരു
നിങ്ങൾക്ക് എന്ത് എനർജിയാണ് അട്രാക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കുകയും ആ എനർജിയിലായി തന്നെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് സന്തോഷവും ഒരുപാട് ഒരു എന്താ പറയണ്ടത് സമാധാനവുമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടതെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് തന്നെ ആ സന്തോഷവും സമാധാനവും നിറഞ്ഞ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളെ കണ്ടെത്തി അതിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ ആ എനർജി കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാസമാണെന്ന് കാണുന്നു. പിന്നെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലല്ലാതെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുന്ന, ഓക്കെ, അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കുറേ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഈ ആഗ്രഹ സബലീകരണം തന്നെയാണ് ഒരു തരത്തിൽ നിങ്ങളെ ഈ എന്താ പറയുക പല സാഹചര്യങ്ങളിൽ നിന്നും ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ പൊതുവേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ജീവിതത്തിൻ്റെ ഓളത്തിനനുസരിച്ച് പോകുക, വരുന്ന മാറ്റങ്ങളെയും വരുന്ന അനുഗ്രഹങ്ങളെയും സ്വീകരിച്ച് മുന്നോട്ട് പോവുക, ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ. ഓക്കെ, കുറേ അനുഗ്രഹങ്ങളും കുറേ എന്താ പറയണ്ടേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കാലങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പോൾ കാത്തിരുന്ന ചില ആഗ്രഹങ്ങളാണ് ഈ ഏപ്രിൽ മാസത്തിൽ നടക്കുന്നത്. ചിലപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരുന്നതായിരിക്കാം. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിനൊരു റിസൾട്ട് കിട്ടാതെ നിങ്ങൾ അത്രയും വിഷമിച്ച് ഇനി നടക്കില്ല എന്ന് വിചാരിച്ച പല ആഗ്രഹങ്ങളും നിങ്ങളുടെ നടക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ ഏപ്രിൽ മാസത്തിനെ കാണുന്നത്. അതിനൊരു വളരെയധികം സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഉപേക്ഷിക്കാത്ത ചില സ്വപ്നങ്ങളുണ്ട്. എത്ര പരിശ്രമിച്ചിട്ടും അതിന് ഫലം കാണാതിരുന്നിട്ട് പോലും നിങ്ങൾ ഉപേക്ഷിക്കാത്ത ചില സ്വപ്നങ്ങൾ, ചില ആഗ്രഹങ്ങൾ, അതൊക്കെ സബലീകരിക്കുന്ന, അതൊക്കെ നടക്കുന്ന, അതൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു മാസമായിട്ടാണ് ഏപ്രിൽ മാസത്തിനെ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി കാണുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് ഹസിൽ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരു വളർച്ച ഉണ്ടാകുക, അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകുക, അതിനൊരു കാര്യം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പുതുതായി ഒരു സൈഡ് ഹസിൽ നിങ്ങൾ ചിലപ്പോൾ തുടങ്ങുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും. അതിനൊരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഐഡിയ വരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കി അതിന് വേണ്ടി പ്രയത്നിച്ച് അതിങ്ങനെ ആ ഒരു ബിസിനസ്സിനെ സാക്ഷാത്കരിക്കുക, അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരു മാസമായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ പണം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു മാസമാണ്. ഓക്കെ, അതാണ് കാണുന്നത് എനിക്ക്. അപ്പോൾ ഓൾറെഡി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഹസിൽ ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന, നമ്മൾ ആദ്യമേ കിട്ടി വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മാസമാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വരുമാനവും ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നൻസി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഗ്നൻസിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന മാസം. ഓക്കെ, ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ സംഭവിക്കുമ്പോൾ പോലും അത് സംഭവിച്ചാലും ആ ഒരു ഓവർ തിങ്കിങ് ഒക്കെ വന്നാലും അതിൽ അങ്ങനെ ആയിപ്പെട്ടു പോകാതെ, അതിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം ഇനീഷ്യേറ്റ് എടുത്ത് പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു ഡിവൈൻ മെസ്കുലിൻ എനർജിയിലായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ തന്നെ ആകെ മാറ്റിമറിക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിനെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു മാസം കൂടിയായിട്ട് കാണുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് കേട്ടോ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് കാണുന്നത്. അങ്ങനെ സംഭവിക്കുന്ന ഒരു മാസമായിട്ടാണ് ഏപ്രിൽ മാസത്തിനെ കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ആത്മസംതൃപ്തി തരുന്ന, ഒരുപാട് സന്തോഷം, മനസ്സ് നിറഞ്ഞ സന്തോഷം തരുന്ന ഒരു മാസമാണ്. അണ്ടർലൈങ് എനർജി നോക്കൂ, 10 of Cups ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ സൺ കാർഡും ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ്, ഇതും ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ്. അപ്പം അത്രയും മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നടക്കുന്ന ഒരു മാസമായിട്ടാണ് ഏപ്രിൽ മാസത്തിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നു. ആ പ്രൊഡക്റ്റീവ് ആകും, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്ന ഒരു മാസം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാളും വലച്ചിട്ടുള്ള, നിങ്ങൾ അത്രയും നാളും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ള ചില ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു മാസം. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന് അത്രയും പരിശ്രമിച്ച് വിട്ടുകളയാത്ത ചില ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നു. കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് കാണുന്നു. ജീവിതത്തിലൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കണം. അതിന് പുറത്തു കിടക്കാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നു. നിങ്ങൾ ആ മാർഗ്ഗങ്ങളെ കൃത്യമായി ഉപയോഗിച്ച് പുറത്തു കിടക്കുന്നു. ഓക്കെ, അങ്ങനെ ജീവിതത്തിന്റെ ഇനിയുള്ള ഗതിയെ തന്നെ മാറ്റുന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റുകൾ നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഏപ്രിൽ മാസം. നിങ്ങൾക്ക് വളരെയധികം ആത്മസംതൃപ്തി തരുന്ന ഒരു മാസം. ഓക്കെ, നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് ആനന്ദവും തരുന്നതായിരിക്കും.
ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്ന് കാണുന്നുണ്ട്. അത്രയും സന്തോഷം തരുന്ന നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമായിട്ടാണ് ഏപ്രിൽ മാസത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് പൊതുവേ ആയിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ. ഇനി നമ്മൾ കരിയറിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ജോലി സംബന്ധമായിട്ട് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഏപ്രിൽ 2025 എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്നെക്കൊണ്ട് അത് കഴിയില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു തോന്നലുണ്ട്. എന്നെക്കൊണ്ട് ഇങ്ങനെ എനിക്ക് ഈ കഴിവില്ല, എനിക്കത് പോരാ, ഞാൻ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവണം, അങ്ങനെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ജോലിയിൽ ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു ഭയമുണ്ടെങ്കിൽ ആ ഇൻസെക്യൂരിറ്റീസ് എല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുന്ന, ഓക്കെ, നിങ്ങളങ്ങനെ അതിൽ നിന്നെല്ലാം ഒരു സ്വാതന്ത്ര്യം നേടുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ സഹായിക്കുന്ന, ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ശരിയായ ചോയ്സസ്, ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതിനും ഒക്കെ ശരിയായ ആക്ഷൻസ് എടുക്കുന്നതിനും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ ജോലിയിൽ തേടിത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ജോലിയിൽ കമ്മിറ്റഡ് ആകുന്നതിനും കൂടുതൽ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഓഫ് ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്നതിനും വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ ഈ ഒരു അവസരങ്ങളൊക്കെ വരുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ അതിനെ ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ല, ഈ അവസരങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതല്ല ഞാൻ ആഗ്രഹിച്ച അങ്ങനത്തെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും ആ കിട്ടുന്ന അവസരങ്ങൾ. കാരണം ഓരോ അവസരങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തരുന്ന വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള, ഓക്കെ, ഒരുപാട് ഒരു പ്രോസ്പറസ് ആയിട്ടുള്ള ഓഫറുകളാണ് അല്ലെങ്കിൽ അവസരങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് ആ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും വളരെയധികം സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹ സബലീകരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക സ്ഥിരത, ഓക്കെ, അതുപോലെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച, എങ്ങനത്തെ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എത്തരത്തിലുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നത്, ആ ജോലിയിൽ ഒരു സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി, അത് നിങ്ങൾക്ക് നേടുന്നതിനായിട്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങളാണ്, ഒന്നിൽ കൂടുതൽ അവസരങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി വേണം തിരഞ്ഞെടുക്കാൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ സഹായം തേടുക. ഓക്കെ, ഏറ്റവും നല്ല അവസരം ഏതാണ് എന്നറിയുന്നതിന്, അല്ലെങ്കിൽ ഏത് അവസരവുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾക്കൊരു സംശയം വരികയാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോടാണ് ചോദിക്കേണ്ടത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പറയുന്ന അവസരം ഏതാണോ അതുമായിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കരിയറിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടും കരിയറിൻ്റെ ഭാവിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടും വളരെ ഒരു എക്സൈറ്റഡ് ആയിട്ടും ചിന്തിക്കാനും അങ്ങനെ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ജോലിയിൽ പ്രതീക്ഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ സംഭവിക്കുക. പൊതുവേ ഒരു വളരെ സമാധാനം നിറഞ്ഞൊരു സമയമായിട്ടാണ് കാണുന്നത് കേട്ടോ. പൊതുവേ നിങ്ങൾക്ക് വളരെ ഒരു സമാധാനം നിറഞ്ഞൊരു സമയം, കൂടുതൽ ഒരു ബാലൻസ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കരിയർ ജോലിയിൽ കാണുന്നത്. ഇപ്പോൾ അഥവാ തന്നെ ആരെങ്കിലും നിങ്ങളെ ഒരു ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ട്രിഗർ ചെയ്യാനോ വന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുത്ത് അനാവശ്യമായിട്ടുള്ള ഡ്രാമയൊക്കെ ഒഴിവാക്കി ഒരു സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ ജോലിയിൽ ആയിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ, ഒരു റീഡയറക്ഷൻ, ഒരു റിന്യൂവൽ എനർജി എന്തായാലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് തയ്യാറെടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക്, നിങ്ങൾ അതുവരെ എടുത്തിട്ടുള്ള നല്ല എഫേർട്സിനൊക്കെ ഉള്ള റിസൾട്ട് നിങ്ങളുടെ ജോലിയിൽ കിട്ടുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ ഒരു ഏപ്രിൽ മാസം. ഓക്കെ, ഇനി നിങ്ങളുടെ നമ്മളിനി നോക്കുന്നത് ബന്ധങ്ങൾ. ഓക്കെ, അതായത് സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, പ്രണയബന്ധം, ഇതൊക്കെ ഈ ഏപ്രിൽ മാസത്തിൽ ഈ പറഞ്ഞ ബന്ധങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ് നോക്കുന്നത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരെ സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, പ്രണയബന്ധം ഇവയൊക്കെ ഈ ഏപ്രിൽ മാസത്തിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഒരു എനർജി? വളരെയധികം പുരോഗതി കാണുന്നുണ്ട്. എല്ലാ ബന്ധങ്ങളിലും കൂടുതൽ ആ ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തമാകുന്നതും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പ്രത്യേകിച്ച് പ്രണയബന്ധമൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്.
നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ്, സോൾ ട്രൈബ് മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ പരിചയപ്പെടാൻ, കൂടുതലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട്, ഓക്കെ, ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, സോൾ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നതും കൂടുതൽ അങ്ങനെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നൊരു മാസം കൂടിയാണ് ഈ ഒരു അങ്ങനത്തെ കുറേ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങൾ കാര്യമായി എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗഹൃദം, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ അത്രയും ആഗ്രഹിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന ഒരു മാസമാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നു. പിന്നെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒരു ബിട്രയൽ, ഓക്കെ, ഒരു വഞ്ചന നിങ്ങൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചതായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ. അങ്ങനെ ആ ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ആ ഒരു വ്യക്തി അവർ കാണിച്ചിരുന്നതല്ല ശരിക്കും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ. അത് ചിലപ്പോൾ സൗഹൃദത്തിലായിരിക്കാം, കുടുംബ ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ പ്രണയബന്ധത്തിലായിരിക്കാം. പക്ഷെ അവരെ കാണിച്ചതല്ല, അവർ ആത്മാർത്ഥമായിരുന്നില്ല, അല്ലെങ്കിൽ അവർ സത്യസന്ധമായിരുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ആ ബന്ധത്തിനെ അവസാനിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ആ വ്യക്തിയെ തിരിച്ചറിയുന്നതും ആ ബന്ധം ഉപേക്ഷിക്കുന്നതും അത് നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ സമാധാനം നിറഞ്ഞ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു പരിഗണന ലഭിക്കുന്ന അത്രയും ആത്മാർത്ഥമായ നല്ല ബന്ധങ്ങൾ, അത് സൗഹൃദങ്ങളായിട്ടും അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലായിക്കോട്ടെ, പ്രണയബന്ധത്തിലായിക്കോട്ടെ, നിങ്ങൾ അർഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾക്കുള്ള ബന്ധങ്ങൾ, അത്രയും ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള അത്രയും നല്ല നല്ല ബന്ധങ്ങളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു ബന്ധം, ഈ ഒരൊറ്റ ബന്ധം അവസാനിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം അവസാനിക്കുന്നത് അത് ആരുമായിട്ടുള്ളതായിക്കോട്ടെ നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, കൂടുതൽ സ്വസ്ഥതയാണ് നിങ്ങൾ പിന്നെ ഇനി അങ്ങോട്ട് ഈ റിലേഷൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. ആ ബന്ധം അവസാനിക്കുന്ന സത്യത്തെ നിങ്ങൾക്ക് കൂടുതൽ സമാധാനമാണ് തരിക. അവിടെ നിന്നൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് കൃത്യമായൊരു വ്യക്തത ലഭിക്കുകയാണ് ബന്ധങ്ങളെ സംബന്ധിച്ചും, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായൊരു വ്യക്തത ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. ഓക്കെ, അപ്പോൾ എത്തരത്തിലുള്ള ബന്ധങ്ങൾ, എത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുകയാണ് ഈ ഒരു ബന്ധം അവസാനിക്കുന്നത് വഴി. മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഒരു സമാധാനവും അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു ബന്ധമുണ്ട്. അത് ചിലപ്പോൾ ഒരു പ്രണയബന്ധമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് തന്നെയാണെങ്കിൽ കിട്ടുന്നത്. ഓക്കെ, ആ ഒരു ഫ്യൂച്ചർ സ്പൗസിനെ ആയിരിക്കാം നിങ്ങൾ അത്രയും കുറേ നാളായിട്ട് ആ വ്യക്തിനെ പ്രതീക്ഷിച്ചിരിക്കുക, ആ വ്യക്തിനെ മാനിഫെസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ തുടക്കവും അതിനുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ, ഒരു ലൈഫ് ലോങ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട്, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറായിട്ടുള്ള ആ ഒരു വ്യക്തിനെ നിങ്ങൾ പരിചയപ്പെടാനൊരു സാധ്യത, നിങ്ങൾ കണ്ടെത്താനൊരു സാധ്യത, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ എനർജറ്റിക്കൽ സ്പേസിലുള്ള വ്യക്തിയാണെങ്കിൽ അവരെ തിരിച്ചറിയാനൊരു സാധ്യത ഉണ്ട് ഈ ഒരു മാസത്തിൽ. പക്ഷെ നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് രഹസ്യമാക്കി വെക്കുക. ഓക്കെ, അത് എല്ലാവരോടും പറയാതിരിക്കുക. അതിപ്പോൾ നിങ്ങളത് രഹസ്യമായിട്ടാണ് അത് വെക്കേണ്ടത്. അത് ഇന്ന ആളാണ് ഞാൻ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട്, അത് ആരോടും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ വളരെ സെലക്റ്റീവ് ആയിരിക്കണം അത് ആരോട് പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്തായാലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഉണ്ടാവാത്തൊരു മാസമായിരിക്കും ഈ ഒരു ഏപ്രിൽ മാസം. നിങ്ങൾക്ക് അത്രയും സപ്പോർട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ വേണ്ടുന്ന നിങ്ങൾക്ക് സപ്പോർട്ടും ഒക്കെ ലഭിക്കുന്ന, ഓക്കെ, ആ ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ ഗ്രൂപ്പിൽ ഓരോ സെക്ഷൻ എടുത്തപ്പോൾ അതിനപ്പം തന്നെ ഗൈഡൻസ് കൊടുത്തിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനുള്ള സെപ്പറേറ്റ് ഗൈഡൻസ് ഇപ്പോൾ ലാസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഏപ്രിൽ മാസത്തിന് പൊതുവേ ആയിട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് നൽകാനുള്ളത്? ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയും കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഓക്കെ, ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും നല്ലത്. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ക്ഷമയോടെ ഡീൽ ചെയ്യാൻ പറയുന്നത്. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. അത് പക്ഷെ അതേസമയം വളരെ ക്ഷമയോടെ മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കുറച്ചൊന്ന് ഓവർവെൽംഡ് ആവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ ആ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ ഇരിക്കുക.
ആ കാര്യങ്ങൾ വരുന്ന മാറ്റങ്ങൾ അതിൽ സന്തോഷിക്കുക, അതിൽ ആനന്ദിക്കുക, പക്ഷേ അതിൽ മതി മറന്നു പോവാതിരിക്കുക. ഓക്കെ, പിന്നെ വളരെ പോസിറ്റീവായിട്ട് നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി തന്നെ കൂടുതലായിരിക്കാൻ പറയുന്നു. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഏപ്രിൽ മാസത്തിലേക്ക് നീ വരുന്ന ദിവസങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, എത്ര നല്ല നല്ല രീതിയിൽ ഓരോ ദിവസം ആയിരിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി ജോലിയുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് ഈ ഏപ്രിൽ മാസത്തിലേക്ക് ഗ്രൂപ്പ് 2-ന് നൽകാനുള്ളത്? Clarify the 7 of Swords. നിങ്ങളോട് പറയുന്നത് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ അത്രയും ശ്രദ്ധിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അമിതമായി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഏതൊരു സമയത്തും എപ്പോഴൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ട, ഒരു ചോയ്സ് എടുക്കേണ്ട ഒരു സമയം വരികയാണെങ്കിൽ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഈ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളൊരു ഡിസിഷനിൽ എത്തുമ്പോൾ അത് മിക്കതും പിന്നെ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയുക, ജോലിയിൽ പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെയും ഒരു പരിധി വിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാനും പറയുന്നുണ്ട്. ഇനി ജോലിയിൽ പലപ്പോഴും നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന അവസരങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെത്ര ഫോക്കസ് ചെയ്യാതിരിക്കാൻ പറയുന്നു. അല്ലെങ്കിൽ മുന്നെപ്പോഴെങ്കിലും ആ വേദനിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മ വരുമ്പോൾ അതിൽ നിന്നല്ല പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇനി ജോലിയിൽ പുരോഗതി, ഇതുവരെ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും അതിനെന്നല്ല ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ജോലിയിൽ ഇനി മുന്നോട്ട് എത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ മറിയാം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ചിന്ത. അങ്ങനെയായിരിക്കണം നിങ്ങളെപ്പോഴും ചിന്തിക്കുമ്പോഴും ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കണം. ഇനി അങ്ങോട്ട് പുരോഗതിയാണ്, നല്ല സമയമാണ്, അങ്ങനത്തെ ഒരു ചിന്തയാണ് നിങ്ങൾ കൂടുതലും എൻകറേജ് ചെയ്യേണ്ടത്. ഓക്കെ, ജോലി സംബന്ധമായിട്ട്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു കുറേ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു ചെയ്യാൻ പാടില്ല. അത് തെറ്റായിരിക്കും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ പരിധി വിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ജോലിയിൽ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അതും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. ഇനി ബന്ധങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? ഓരോരുത്തരും നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്നേഹവും പരിഗണനയും നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ ഒരു ബ്രെഡ് ക്രം ചെയ്യാന്ന് പറയില്ല, അതായത് നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ വളരെ വളരെ താഴ്ന്ന രീതിയിൽ നിങ്ങളെ പരിഗണിക്കാൻ, നിങ്ങളോട് പെരുമാറുക. അങ്ങനെ ചെയ്യുന്നവരെ യാതൊരു കാരണവശാലും അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. ഓക്കെ, പിന്നെ അവസാനിച്ചു പോകുന്ന കാര്യങ്ങളെ അവസാനിച്ച് പോകാൻ അനുവദിക്കുക. അതിൽ പിന്നെയും പിടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക. അത് പോകട്ടെ, അത് പോകേണ്ടതാണ്. പോകുമ്പോഴാണ് നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ, അത് സൗഹൃദങ്ങളായിക്കോട്ടെ, പ്രണയബന്ധമായിക്കോട്ടെ, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഉപേക്ഷിക്കേണ്ടതിനെ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്നേഹവും പരിഗണനയും ബഹുമാനവും തരാത്ത ബന്ധങ്ങൾ, അത് ഏത് ബന്ധമാണെങ്കിലും അത് ഉപേക്ഷിക്കേണ്ടതാണ്. അത് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുക. അവിടെ പിന്നെയും അവസരങ്ങൾ കൊടുക്കാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഓരോ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം മുഴുവനായിട്ടും ഹീൽ ചെയ്യുന്നതിന് ഈ ഒരു മാസം ഉപയോഗിക്കുക. അതിന് വേണ്ടുന്ന ആ ഹീലിംഗ് കാര്യങ്ങളൊക്കെ, റിച്വൽസ് ഒക്കെ ചെയ്യുക. അതുപോലെ അതിലായിരിക്കണം നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധ. ഈ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളെ, അനാരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നതിനും നിങ്ങൾക്ക് ഈ ഓരോ ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള മുറിവുകളിൽ നിന്നൊക്കെ നിങ്ങൾ ഹീലാകുന്നതിന് വേണം ഈ ഒരു മാസം പ്രധാനമായിട്ടും ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം.
ഓക്കെ, നമുക്ക് ഇതൊക്കെയാണ് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ GSH ഈ 3 അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഒക്കെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ പറയുന്ന ആൽഫബറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, പിന്നെ അക്വേറിയസ് ലിബ്ര പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മാസത്തിൽ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. പിന്നെ മൺസൂൺ മാസം, മൺസൂൺ സീസൺ, വിന്റർ സീസൺ, സ്പ്രിംഗ് സീസൺ, ഇവിടെ സീസൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കാലങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മഴക്കാലം, മഞ്ഞുകാലം, വസന്തകാലം ഈ കാലങ്ങളിൽ വരുന്ന മാസങ്ങൾ, ഓക്കെ, ആ മാസങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനനമാസം ആകാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു സീസൺ ആയിരിക്കും ഈ കാണുന്ന മൺസൂൺ, വിന്റർ അല്ലെങ്കിൽ സ്പ്രിംഗ്. ഇനി ഏപ്രിൽ മാസത്തിലെ 10, 11 പിന്നെ 2-ാം തീയതി ഈ 3 തീയതികൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പ്രധാനമായും ഈ 3 തീയതികൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ വിളിക്കാതിരിക്കുക. ഓക്കെ, കോളുകൾ അതിൽ സ്വീകരിക്കുന്നതല്ല. പിന്നെ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ഇതുപോലുള്ള റീഡിംഗ് കേൾക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വളരെ നല്ലൊരു സന്തോഷം നിറഞ്ഞ ഏപ്രിൽ 2025 ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഏപ്രിൽ മാസം. ഒക്കെ വളരെ പെട്ടെന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് വന്നത്. പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു. പല അവസാനങ്ങളും ഉണ്ടാവും കേട്ടോ ലൈഫിൽ. ചില അധ്യായങ്ങൾ അവസാനിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന സമയങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ അവസാനിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കുന്ന അവസാനങ്ങളായിരിക്കില്ല. ഒരു തരത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത തരുന്ന കാര്യങ്ങളാണ് അവസാനിച്ചു പോകുന്നത്. ഓക്കെ, അത് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാവു എന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് അയ്യോ അത് അവസാനിച്ചുല്ലോ എന്നൊരു വിഷമം ഉണ്ടാവില്ല. ഞാൻ കാണുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു സമയം. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് ഉള്ള ഒരു സമയം. അങ്ങനത്തെ ഒരു അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പുതിയ അധ്യായങ്ങളിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എന്ന് കാണുന്നു. ക്ലാരിഫൈ ദ 5 of Wands. നിങ്ങളോടൊന്ന് കരുതിയിരിക്കാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലത്തെ ഒരു എന്താ ചില ആളുകളുടെ വർത്താനം, ചില ആളുകളുടെ പെരുമാറ്റം നിങ്ങളൊന്ന് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെയുള്ള ചില ഇൻസെക്യൂരിറ്റീസ് ആണ്, ആ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ ട്രിഗർ ചെയ്യിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളവിടെ പ്രതികരിക്കുന്നതിന്. ഓക്കെ, അപ്പോൾ അവർ പറയുമ്പോൾ നിങ്ങൾക്ക് എടുത്ത വഴിക്ക് തോന്നും അവരോട് വഴക്കിടണം, അല്ലെങ്കിൽ അവരോട് ആർഗ്യൂ ചെയ്യണം, എന്നിട്ട് എൻ്റെ നിലപാട് വ്യക്തമാക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും. പക്ഷെ നിങ്ങളവിടെ കുറച്ച് സംയമനത്തോടെ പെരുമാറണം. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ആ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ട്രിഗേർഡ് ആകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ക്ലാരിഫൈ ദ 2 of Wands. എന്തെങ്കിലും ഒരു ഡിലേ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലതാമസം നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒരു ഫോർവേഡ് മൊമെൻറ്റ് ഓക്കെ അനുഭവിക്കാൻ അതിനൊക്കെ സാധ്യതയുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം. പുതിയ തുടക്കങ്ങൾ കാണുന്നു. അഗെയിൻ വളരെ പ്രധാനപ്പെട്ട ചില സംഭാഷണങ്ങൾ, ചില പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളെ സംബന്ധിക്കുന്ന ഓക്കെ നിങ്ങൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള വിജയങ്ങൾ, നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നതുമായിട്ടുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം എന്ന് കാണുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ഒരു ക്ലൂ നിങ്ങൾക്കില്ല. ഈ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് അത് നടക്കുമ്പോൾ തന്നെയാണ് നിങ്ങളതറിയാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരു നേട്ടം, ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങൾ അർഹിക്കുന്ന ഒരു നേട്ടം, ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് അതിന് മുന്നേ നിങ്ങൾക്ക് യാതൊരു തരത്തിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അത് നടക്കുമ്പോൾ തന്നെയാണ് നിങ്ങളത് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ടവർ മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണത്. എന്നാൽ നിങ്ങൾക്ക് അതേസമയം വളരെ സന്തോഷം തരുന്നൊരു മാറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്നൊന്ന് എന്താ പറയുക, ഒന്ന് സർപ്രൈസ്ഡ് ആവും. കാരണം നിങ്ങളത് എക്സ്പെക്ട് ചെയ്യുന്നതാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ല. ഓക്കെ, ഇതിലൂടെ എന്തായാലും നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പിന്നെ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടലൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതും
സാമ്പത്തികമായിട്ട് പുരോഗതി, കൂടുതൽ വരുമാനം ഉണ്ടാകുക. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടുന്നു, കൂടുതൽ ജീവിത രീതിയിൽ മാറ്റം വരുന്നു, ഒക്കെ നിങ്ങൾ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് ഞാൻ കാണുന്നത്. അത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ഹീലിംഗ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേദനകളും വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകാതെ ഉണ്ടാവും അല്ലേ? ചില സന്ദർഭങ്ങളിൽ എത്ര ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്, അതിനെ മറക്കാൻ കഴിയാത്തത്, ആ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതിനും അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകുന്നതിനും ഈ മാറ്റങ്ങൾ, ഈ അപ്രതീക്ഷിതമായി വരുന്ന അനുഗ്രഹങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുക, വരുമാന മാർഗം ഉണ്ടാകുന്നു. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ടും ഒക്കെ തരുന്നതിനായിട്ട് ആളുകൾ, സഹായം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചുറ്റും ആളുകൾ ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അവസാനം വരുന്നു. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു അവസാനം വരുന്നു. അതൊക്കെ പെട്ടെന്നുള്ളൊരു മാറ്റമാണ് കാണുന്നത്. ആ ഒരു മാറ്റം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പുതിയ തുടക്കമാണ്, ഒരു ബ്രേക്ക് ത്രൂ മൂമെന്റ് ആണ് കാണുന്നത് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന നല്ല നല്ല വാർത്തകൾ കേൾക്കാനും ഇടയുള്ള ഒരു മാസമാണ്. അപ്പോൾ മാറ്റങ്ങളെ വരുന്നത് പോലെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. യാതൊരു കാരണവശാലും ഈ മാറ്റങ്ങളെ എതിർക്കാൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ എതിർക്കാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങളോട് നിങ്ങൾ എന്തൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു നിർത്തിയതാണ്, ഇപ്പോൾ വീണ്ടും ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരു ഇമാജിൻ ചെയ്ത രീതിയിലായിരിക്കില്ല. ആ ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ, നിങ്ങൾ ഇമാജിൻ ചെയ്ത പോലെ, ഭാവനയിൽ കണ്ട പോലെ ആയിരിക്കില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കാതിരിക്കുക. ആ മാറ്റങ്ങളെ, ആ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കണം. യാതൊരു കാരണവശാലും അതിനെ എതിർക്കരുത് എന്ന് പറയുന്നു. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. അതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക്, നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നു അത് നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാലോ. ഒരു പെർട്ടിക്കുലർ ലെവൽ, ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് പൊസിഷൻ ഉണ്ട്. അത് തന്നെ ആ കാര്യങ്ങൾ അത്രയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെയും എന്താ പറയുക ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ചില ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ഉണ്ട്. അതെപ്പോഴും ഓർക്കണം. ഓക്കെ, ആ ഒരു ലെവലിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വിപരീതം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനെ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും സബലീകരിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ താഴെ തട്ടിൽ നടക്കുന്നല്ല, ചിലപ്പോൾ അതിന് മുകളിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച അതേ ലെവലിലുള്ളതായിരിക്കും, പക്ഷെ വേറെ രീതിയിലാകും എന്ന് മാത്രം. അപ്പോൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളെടുത്ത ഹാർഡ് വർക്ക് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്താ അർഹിക്കുന്നു, നിങ്ങളെടുത്ത കഷ്ടപ്പാടിന് നിങ്ങൾ എന്താ അർഹിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ അർഹിക്കുന്നതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളത് സ്വീകരിക്കുക. ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ താഴെയാണ് എന്ന് കാണുമ്പോൾ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ അവസരങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു അവസരം, നിങ്ങൾ അർഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അതിന് ഇൻഫീരിയർ ആയിട്ടൊന്ന് വന്നാൽ അതിനെ സ്വീകരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന്. ഓക്കെ, ഇനി നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ജോലിയിലും കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ജോലിയിൽ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, എന്ത് മാറ്റം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് അതേപടി നടക്കുന്നതായിട്ട് കാണുന്നു. അതിൽ പക്ഷെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ ഒരു വ്യക്തി, ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അവർ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണെന്ന് കാണുന്നുണ്ട്. അവരുടെ ഒരു സാന്നിധ്യം ഉണ്ട്. ഈ ഒരു കാര്യം, നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഈ വ്യക്തിക്കൊരു പങ്കുണ്ട് എന്ന് ഞാൻ കാണുന്നു. ചിലപ്പോൾ അവർ പ്രാർത്ഥനയാവാം, ചിലപ്പോൾ അവർ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത് അവരെ ആഗ്രഹിക്കുന്ന പോലെ കിട്ടണം, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അവരർഹിക്കുന്ന ഉയരത്തിലേക്ക് എത്തണം അവർ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വലിയ നേട്ടമാണ്. കാരണം നമുക്ക് 6 of Wands ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു
ഈ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ ജോലിയിൽ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഒരു പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ സ്പോട്ട് ലൈറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും അത് സന്തോഷം തരുന്നൊരു കാര്യമാണെന്ന് മാത്രമല്ല നിങ്ങളെ ഒരു തരത്തിൽ ഫേമസ് ആക്കുന്നുണ്ട് ആ ഒരു കാര്യം. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കാരണം ആ ജോലിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചതൊരു വലിയ നേട്ടമാണ്, വലിയൊരു വിജയമാണ്. അത് സ്വാഭാവികമായിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ഒരു വ്യക്തി, ഈ ഒരു സോൾ ഫാമിലി മെമ്പറുടെ നേരിട്ടുള്ള ഇടപെടലോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയോ ഉണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടുമുണ്ട്. ഓക്കെ, അവരെ അത്രയും അപ്പോൾ അവരും ശരിക്കും ഒരു തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Clarified King of Swords. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങളോട് വളരെ ആത്മധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൃത്യമായ ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, ഒരു ഗുഡ് ന്യൂസ്. ജോലിയെ സംബന്ധിച്ച് ഒരു ഗുഡ് ന്യൂസ്. അതൊരു ലീഡർ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാകാം, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അധികം അങ്ങനെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത കൊണ്ടുതരുന്നത്. ഓക്കെ, അപ്പോൾ അവരിലൂടെയാണ് ഈ സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് കാണുന്നു. നിങ്ങളിൽ ചിലർ എന്ന് ഞാൻ എടുത്തു കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഗുഡ് ന്യൂസ് വരുന്നത്. ഓക്കെ, നിങ്ങൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ മാനിഫെസ്റ്റേഷൻ എനർജി ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ എന്ന വ്യക്തിക്കും ഒരുപാട് വളർച്ച ഉണ്ടാക്കുന്ന ഒരു അവസരമാണ് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇത് വരുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ചിലപ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വേണ്ട എന്ന് പറയാം. നിങ്ങൾക്ക് സന്തോഷം തരുന്ന വാർത്തയാണെങ്കിൽ പോലും അവിടെ നിങ്ങളുടെ ഈഗോ ഒന്ന് എന്താ പറയുക, ഒന്ന് ട്രിഗേർഡ് ആകാനും നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് വെക്കാൻ ഒരു തോന്നലുണ്ടാവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങളോട് പറയുന്നത് ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഇവിടെ വേണം. എടുത്തു പിടിച്ച് നിങ്ങളത് വേണ്ട എന്ന് വന്ന് റിജക്റ്റ് ചെയ്യാൻ നിൽക്കരുതെന്ന് പറയുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കണം, ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. എന്താ വെച്ചാൽ ഈ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ടല്ലോ നിങ്ങളിലേക്ക് വരുന്നത്, അത് ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇൻഡ്യൂറ്റീവ്ലി അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ന്യൂസ് വരുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് നല്ലതാണെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്തായാലും പറയുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ആൻസൈറ്റി, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ ചിന്തകൾ ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈഗോ ഒന്ന് ട്രിഗേർഡ് ആകാനും ഇത് വേണ്ടെന്ന് വെക്കാൻ തോന്നാനും നമുക്ക് ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നത് അല്ലേ, ആ സന്തോഷം ഉണ്ടാവുന്നതിനർത്ഥം നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വരുന്ന ആ വാർത്തേനെ ഒരു ഈഗോ ഒന്നും വെക്കാതെ നിങ്ങൾ അതിനെ സ്വീകരിക്കണം. നിങ്ങൾക്ക് എന്ത് അവസരമാണോ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ലഭിക്കുന്നത് അതിനെ സ്വീകരിക്കണം. നിങ്ങൾക്കത് ഒരുപാട് ഒരു ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്വസ്ഥത നിറഞ്ഞ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ആ ഒരു അവസരത്തിലൂടെ കടക്കുക. അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങളുടെ ജോലിയിൽ പോകുന്നെങ്കിൽ അവിടെ ഒരു 360 ഡിഗ്രി ചേഞ്ചാണ് സംഭവിക്കുന്നത്. ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നതോടെ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്നൊരു അവസരമുണ്ട്. ആ അവസരം നിങ്ങളുടെ ഇപ്പം അനുഭവിക്കുന്ന ആ ടെൻഷൻ, സ്ട്രെസ് എന്നിവയിൽ നിന്നെല്ലാം മാറ്റി നിങ്ങൾക്ക് വളരെ സമാധാനം സ്വസ്ഥതയും തരുന്നൊരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അധ്യായത്തിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം, നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി സറണ്ടർ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ അത് സംഭവിക്കാം. അത് സെയിം ലെവൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഡിസേർവ് ചെയ്യുന്ന സംഭവം തന്നെയായിരിക്കും, അതിന് ഇൻഫീരിയർ ഒന്നും ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല. എന്നൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ ഒരു സാധ്യത ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ഫസ്റ്റിലേ കണ്ടത്, അതാണ് ആ ഗൈഡൻസ് വന്നത്. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ സറണ്ടർ ആകുക. ഈ ഒരു അവസരം അത് നിങ്ങൾക്ക് ഈശ്വരനായിട്ട് കൊണ്ടുതരുന്നതാണെന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്കത് നല്ലതാണെന്ന് മനസ്സിലാക്കുക, അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക.
ഓക്കെ, ഇനി നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് ഈ ഏപ്രിൽ മാസത്തിലേക്ക് നൽകാനുള്ളത് നോക്കാം. നിങ്ങൾ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചില അധ്യായങ്ങൾ അവസാനിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. കുറേ കൺഫ്യൂഷൻസും കുറേ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് നിങ്ങളുടെ ആ ഒരു ഇത് നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോവാണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോവാണ്. ഇനി എന്ത് എങ്ങനെ എന്നുള്ള ആ ഒരു എന്താ പറയുക ടെൻഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ജോലിയിൽ. അത് മാറുകയാണ്. ഓക്കെ, അത് മാറുന്നതിന് വേണ്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്ത് സ്വീകരിക്കണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങളിലേക്ക് വരുന്ന ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ജോലിയിൽ. അതുമായിട്ട് വരുന്ന കാര്യം അല്ലെങ്കിൽ കാര്യങ്ങൾ, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവസരങ്ങൾ, അതിനെ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി വേണം അതിലേത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട്. ഇതെല്ലാം ഈ വരുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കായിട്ടുള്ളത്, നിങ്ങൾ ഏത് അവസരവുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക അവസരം വരുമ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൃത്യമായിട്ട് പറയും. അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഒരുപാട് സന്തോഷവും വിജയങ്ങളും നേട്ടങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരു പുതിയ ഘട്ടം, ഒരുപാട് സ്വസ്ഥതയുള്ള ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, ഈ ടെൻഷൻ അടിച്ച് എവിടെ ഇനി എങ്ങോട്ട് എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നതിൽ നിന്നും ഒരു സ്വസ്ഥമായ അന്തരീക്ഷത്തിലേക്ക് കടക്കാനുള്ള അവസരങ്ങളാണ് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത് ഈ മാസത്തിൽ. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അനാവശ്യമായിട്ടുള്ള ഈഗോ കാരണം ഇതിനൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട്, അതായത് ബന്ധങ്ങളിൽ പുതിയ തുടക്കം കാണുന്നുണ്ടല്ലോ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയം കാണുന്നു. ബന്ധങ്ങളിലൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു പുതിയ തുടക്കം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, അതായത് പൊതുവേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്ന മാസമാണ് കേട്ടോ ഏപ്രിൽ മാസം. അപ്പോൾ ഈ ഒരു പുതിയ തുടക്കവും നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. കമ്മിറ്റ്മെൻ്റ് ആണ് റൈറ്റ് അവേ കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു വിവാഹം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, അതൊരു ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, അതായത് ഭാവിയിൽ വിവാഹത്തിലേക്ക് എത്താകുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതാണ് വരുന്നത്. വളരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചൊരു ഓവർവെൽമിങ് ആയിരിക്കും. കാരണം ഒരു ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. ആ ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ റിയാലിറ്റീനെ പിടിച്ചു കുലുക്കുന്ന ഒരു പുതിയ തുടക്കമായിരിക്കും. പക്ഷെ ഇത് നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനെ സ്വീകരിക്കുക, ആ വ്യക്തിയെ സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മുറിവുകൾ, വേദനകൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം ലഭിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് കാണാനായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആ ഒരു അനുഭവിച്ചിട്ടുള്ള ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുകയാണ്. നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫർമേഷൻ. അപ്പം നിങ്ങൾക്ക് ഇത്രയും നാൾ ഈ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ നടക്കും എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഈ ഒരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പ്രപ്പോസൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് അതിനെ സംബന്ധിച്ച് യാതൊരു ക്ലൂസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ഈ പറഞ്ഞ പോലെ പെട്ടെന്നാണ് വരുന്നത്. ഓക്കെ, പെട്ടെന്നാണ് ഈ ഒരു സംഭവിക്കുന്നത്. പക്ഷെ ഇത് വളരെ ഹീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിലായിരിക്കെ പല നിങ്ങളുടെ ഈ ബന്ധങ്ങളിൽ നിന്ന്, സൗഹൃദങ്ങളിൽ നിന്ന്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, പ്രണയബന്ധങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല എന്താ പറയണ്ടേ, വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മുറിവുകൾ, അതിൽ നിന്നൊക്കെ ഹീലാകുന്നതിനും അതിൽ നിന്നൊക്കെ എന്നേക്കുമായിട്ട് വിട്ടുപോകുന്നതിനും ഈ ഒരു ബന്ധം നിങ്ങൾ സഹായിക്കുന്നതായിട്ട് കാണുന്നു. ഇതൊരു പുതിയ തുടക്കമാണ്. എഗെയിൻ ഡെഫിനറ്റ്ലി പുതിയ തുടക്കമാണ്. 10 ഓഫ് കപ്സും 10 ഓഫ് കോയിൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് ഇവിടെ കാണുന്നത്. ക്ലാരിഫൈ ദ 7 ഓഫ് കപ്സ്. നിങ്ങളൊന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതന്നെയാണോ, ഇനി തെറ്റാകോ, ഇത് ഞാൻ കാത്തിരുന്നത് തന്നെയാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നതായിട്ട് കാണുന്നു. നിങ്ങളോട് കുറച്ച് ക്ഷമയോടെ ഈ ഒരു സന്ദർഭത്തിനെ ഡീൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്താ, നിങ്ങൾക്ക് ശരിയാണ്, ഇങ്ങനെ ഒരു വ്യക്തി വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധം വേണം, അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ ഒരു പകച്ചു നിൽക്കാൻ ഒരു ടെൻഡൻസി കാണുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെർമിറ്റ് മോഡിലായിരുന്ന് ആ സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഈ ഹെർമിറ്റ് മോഡിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ കുറച്ച് സ്ട്രെസ്ഫുൾ ആകാനാണ് സമയം കാണുന്നത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, പ്രണയബന്ധത്തിനാണ് കേട്ടോ എടുത്ത് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ തിങ്ക് ചെയ്യേണ്ട. കാരണം നിങ്ങൾ ഈ ഹെർമിറ്റ് മോഡിലായിരിക്കെ, ആ ഒരു ഐസൊലേഷനിലായിരിക്കെ, നിങ്ങൾക്ക് അതിപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണാണ്. ഓക്കെ, അപ്പോൾ ശരിയാണ്, നിങ്ങളൊരു പങ്കാളിനെ ആഗ്രഹിക്കുന്നു, ഒരു കൂട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ആ കൂട്ട് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് പകച്ചു നിൽക്കുക. വേണോ, ഇത് ആവശ്യമുണ്ടോ, ഇനി പ്രശ്നങ്ങളായാലും ഇപ്പോൾ ലൈഫിലൊരു സ്വസ്ഥതയുണ്ട്, ഇനി ആ സ്വസ്ഥതയൊക്കെ പോയാലോ, അങ്ങനത്തെ ഒരു പേടി, ടെൻഷൻ, ഒരു ആൻസൈറ്റി ഒക്കെ നിങ്ങളെ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളോട് പറയുന്നത് ആ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എടുത്ത എഫേർട്ട്, നിങ്ങൾ കാത്തിരുന്ന ടൈപ്പ് ഓഫ് കണക്ഷനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, ഇതൊരു പ്രശ്നമാകുമോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഈ ഒരു കണക്ഷനിലായിരിക്കാൻ പറയുന്നു. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു തുല്യത ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അങ്ങനെ വളരെ ഒരു ഹെൽത്തി റിലേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളും എഫേർട്ട് എടുക്കുക, ആ വ്യക്തിയും എഫേർട്ട് എടുക്കുന്നതാണ്. പതുക്കെ ഈ റിലേഷൻഷിപ്പിനെ ധൃതി വെച്ച് നിങ്ങൾ തുടങ്ങേണ്ട ഒരു ആവശ്യം ഇല്ല. വളരെ പതുക്കെ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഓക്കെ, യെസ്, ഈ ഒരു കാർഡ് ഞാൻ കണ്ടതാണ്. ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ ആണ് ഡെഫിനറ്റ്ലി ഈ ഒരു കണക്ഷൻ. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹെർമിറ്റ് മോഡ് നിങ്ങളുടെ കംഫർട്ട് സോൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിക്കാം, മുന്നോട്ട് പോകുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ സമയമെടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഒരുപാട് ധൃതിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഡെഡ് ലൈൻ ഒന്നുമില്ല. ഇത്ര നാൾക്കുള്ളിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കണം അല്ലെങ്കിൽ മാരീഡ് ആയിരിക്കണം എന്നൊന്നും ഇല്ല. ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നു. ഓക്കെ, ഓവർ തിങ്ക് ചെയ്യുമ്പോൾ സ്റ്റാഗ്നൻസി അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പ്രണയബന്ധത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഡിവൈൻ യൂണിയൻ ആണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രപ്പോസൽ നോക്കുന്ന അറേഞ്ച് മാരേജിലാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ഇതാണ് നിങ്ങളുടെ വ്യക്തി. ഓക്കെ, അപ്പോൾ ആ പ്രപ്പോസൽ വരുമ്പോൾ ഇങ്ങനെ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഇൻസെക്യൂർ ആവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണു. ആ ഇൻസെക്യൂരിറ്റി, ആ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ റിലീസ് ചെയ്യുക. പിന്നെ ഒരു ഭയം, ഈ വ്യക്തി ഇട്ടിട്ട് പോവുക എന്നൊരു ഭയം കാണുന്നുണ്ട്, ആ ഭയവും ഇട്ടിട്ട് പോകുക. ഓക്കെ, അതിനെയും റിലീസ് ചെയ്യുക. കാരണം ഇവിടെ കണ്ടോ, നിങ്ങളോട് തീരുമാനം എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ പ്രധാനമായിട്ടും ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ്. ഹെർമിറ്റ് മോഡിൽ തന്നെ തുടരണോ അതോ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സമയമാണ്. ഇത് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറാണ്, നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. കുറേ ഇൻസെക്യൂർഡ് ആവാതെ, ആ ഇൻസെക്യൂരിറ്റിയിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോഴേ ഒരു വേസ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാതെ പോവുക. ഇത് നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ ആണ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള പേടികൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ആണ് നിങ്ങളെ ഇങ്ങനെ വേണോ വേണ്ടയോ എന്നൊരു ഒരു സിറ്റുവേഷനിലാക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ മാറ്റി നിർത്തുക. അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സമയമെടുക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്, സമയമെടുത്ത് ഈ ബന്ധത്തിനെ ഡെവലപ്പ് ചെയ്താൽ മതി. ഒരുപാട് ധൃതി വെച്ച് പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ഓടി വിളിക്കാനും ശ്രമിക്കരുത്, ഒഴിവാക്കാനും ശ്രമിക്കരുത്. ഇതിന് ഡെഫിനറ്റ്ലി നിങ്ങളൊരു ചാൻസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവർ ഏപ്രിൽ 2025 ബന്ധപ്പെട്ട റീഡിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. അവർക്ക് എന്ത് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്? ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ജാനുവരി മാസമാണ് കിട്ടിയിട്ടുള്ളത്. ജാനുവരി നിങ്ങളുടെ ജനിച്ച മാസമായിരിക്കാം. പിന്നെ ഈ ഒരു മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽസ് എന്ന് പറഞ്ഞാൽ JFSYO. ഇത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആയിരിക്കാം.
അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ ആൽഫബറ്റ്സ് ഏതെങ്കിലും ഒന്നോ അല്ലെ അതിലധികമോ ഉണ്ടാകാം. ഓക്കെ. പിന്നെ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തീയതികളാണ് 7, 13, 14, 16. ഈ തീയതികൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജനന തീയതി ഇതിലുണ്ടാകാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ മാത്രമാണ്. പിന്നെ നിങ്ങളുടെ സോഡിയാക് സൈൻ എക്വേറിയസ് സ്പൈസിസ് പ്ലേസ്മെന്റ് ആയിരിക്കും. നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഈ എക്വേറിയസ് പ്ലേസ്മെന്റ് സ്പൈസിസ് പ്ലേസ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ഏപ്രിൽ 2025 ആശംസിക്കുന്നു. താങ്ക്